കർണാടകയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി.ജെ.പി. മെല്ലെപ്പോക്ക് നയം നടത്തുന്നതും കേന്ദ്ര സർക്കാർ കർണാടകയെ തടയുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള ഡി.കെ. ശിവകുമാർ ഏറ്റവും ശക്തമായ വാക്കുകളിൽ ബി.ജെ.പിയെയും കൂട്ടുകക്ഷിയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അതായത് ജനതാദൾ സെക്യുലറായ ദേവഗൌഡയുടെ മകൻ കുമാരസ്വാമി നയിക്കുന്ന പാർട്ടിയെയും കർണാടകയിലെ ബി.ജെ.പി. നേതൃത്വത്തെയും കൃത്യമായി കർണാടകയിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. അതായത് തുടർ ഭരണം ഉറപ്പാക്കാനുള്ള എല്ലാ ജാലവിദ്യകളും ഡി.കെ. പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ബസവരാജ് ബൊമ്മ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ നേതാവായിരുന്നു മുൻ കർണാടക മുഖ്യമന്ത്രി. അദ്ദേഹം അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വിവരിക്കാൻ അവിടെ പേ സി എം, ATM എന്നതിന് പകരം പേ CM ഒരു QR കോഡൊക്കെ സ്കാൻ ചെയ്താൽ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് അഴിമതിക്ക് വേണ്ടി പണം, അതായത് കോഴപ്പണം നൽകാൻ വേണ്ടിയുള്ള അക്കൗണ്ടാണ് എന്ന് പറഞ്ഞ് ഡി.കെ. ശിവകുമാർ വീടാന്തരങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന്റെ പേരിൽ അദ്ദേഹം നടത്തിയ ഈ സമാന്തര QR കോഡ് രീതി അത് കർണാടകയിലെ ജനങ്ങൾക്കിടയിൽ അത്ര വലിയ പോപ്പുലറായി. അത് ബസവരാജ് ബൊമ്മയെ മലർത്തിയടിച്ചു. ഫലം വന്നപ്പോൾ ബി.ജെ.പി. വളരെയധികം ചുരുങ്ങുന്ന സാഹചര്യമായി. കോൺഗ്രസ് നേടിയതിന്റെ പകുതി പോലും സീറ്റുകൾ നേടാൻ കഴിയാതെ ബി.ജെ.പി. അവിടെ സംസ്ഥാനത്ത് ഒന്നുമല്ലാതെ ചുരുങ്ങുന്ന സാഹചര്യം. ജനതാദൾ സെക്യുലറും അതേ രീതിയിൽ തന്നെ വളരെയധികം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് ആയി. ഡി.കെ. ശിവകുമാറിന്റെ ലക്ഷ്യം കർണാടക മുഖ്യമന്ത്രിയായി മുന്നോട്ട് പോവുക എന്നത് മാത്രമല്ല, കർണാടകയിലും അതുപോലെ തന്നെ കോൺഗ്രസിന് പിടിച്ചു കയറാൻ ഏറ്റവും എളുപ്പം കഴിയുന്ന സംസ്ഥാനങ്ങൾ, ചെറിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കി മാറ്റാനും വേണ്ടിയുള്ള തീരുമാനമാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്നുള്ളത്. അതൊരു വ്യക്തിയുടെ കോൺഫിഡൻസ് ലെവലാണ്. അമിത്ഷാ പറയുന്ന പോലെയുള്ള രീതി, അദ്ദേഹം വളഞ്ഞ ബുദ്ധി കാണിച്ച് കുബുദ്ധിയുടെ മെയിൻ സോഴ്സായി മാറിക്കൊണ്ടിരിക്കുന്ന രീതിയാണ്. ദുഷ്ടലാക്കാണ് അമിത്ഷായുടെ ഏറ്റവും വലിയ രീതി എന്നുള്ളത്. അതിനെ ചാണക്യനുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എത്രത്തോളം ശരിയാകും എന്നുള്ളത് രാഷ്ട്രീയ ബാലപാഠമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും ഡി.കെ. ശിവകുമാറിന് വളഞ്ഞ ബുദ്ധിയല്ല, നേരായ വഴി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ അദ്ദേഹം കടിച്ച ആപ്പിൾ പ്രവർത്തകർക്ക് കൊടുത്തു, അദ്ദേഹം കഴിക്കുന്നതിന്റെ ബാക്കിയാണ് പ്രവർത്തകരെല്ലാം കഴിക്കുന്നത്. അദ്ദേഹം ഇടുന്ന വസ്ത്രങ്ങളാണ് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഇടാൻ കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ വ്യാജ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബി.ജെ.പി. സൈബർ സംഘം, വാർ റൂമർ, എത്രയൊക്കെ ആ മനുഷ്യനെ താറടിച്ചാലും അദ്ദേഹം ഇരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും എന്നുള്ളതാണ് സത്യം. ദുദ്ദനഹള്ളി കെമ്പേഗൌഡ ശിവകുമാർ ഒരു കാര്യം നനച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ എടുത്ത സാവകാശം പോലും.